പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 52-ാം ദിവസം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനം 8-ാം അധ്യായം 28-ഉം 30-ഉം 31 മുതൽ 35 വരെയും ഉള്ള തിരുവചനങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? കർത്താവിൻ്റെ തിരുവചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ആത്മാവാണ് അത് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അനന്തവും അപരിമേയവുമാണ്. ആ സ്നേഹം എല്ലാ ദിവസവും പുതിയ പ്രഭാതം പോലെ പൊട്ടിവിടരുന്നതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യമാണ് ഏകജാതനെ നമ്മുടെ ഇടയിലേക്ക് അയക്കാൻ കാരണമായത്. ഒരു യോഗ്യതയും നമുക്ക് പറയാനില്ല. ദൈവത്തിൻ്റെ കാരുണ്യം മാത്രമാണ് നമുക്ക് പ്രഘോഷിക്കുവാനുള്ളത്. നീതീകരിക്കുന്നവൻ ദൈവമാണ്. ദൈവം നമ്മെ നീതീകരിച്ചിരിക്കുകയാണ്. അവൻ്റെ രക്തം കൊണ്ട്, അവൻ്റെ ജീവൻ കൊണ്ട് അവൻ നമ്മെ നീതീകരിച്ചിരിക്കുന്നു. ആയതിനാൽ അവിടുത്തെ സ്നേഹം നമ്മിൽ ചൊരിയപ്പെട്ടിരിക്കുകയാണ്. ഈ ദൈവസ്നേഹം അഭിഷേകത്തോടെ ജീവിക്കാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഹൃദയമിടിപ്പുമോ പോലെ നമ്മുടെ ജീവിതത്തെ ഉണർത്തട്ടെ. ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കാതെ പോയാൽ മരണം സംഭവിച്ചു എന്ന് ഭിഷഗ്വരന്മാർ വിധിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം ഒരു വേള നഷ്ടപ്പെട്ടു പോയാൽ ആത്മീയ മരണം നമ്മളിൽ സംഭവിച്ചിരിക്കുന്നുവെന്ന് വേണം കരുതാൻ. ആയതിനാൽ അവിടുത്തെ സ്നേഹം നമ്മുടെ ഹൃദയത്തുടിപ്പായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി വീണ്ടും വീണ്ടും കുരിശിൽ യാഗമായി തീരുകയാണ്. ക്രിസ്തു സ്നേഹത്തിൻ്റെ ജിഹ്വകളായി ഈ ലോകത്ത് പ്രശോഭിക്കാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ
എല്ലാം സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം തിരിച്ചറിയണം, ക്രിസ്തുവില്ലെങ്കിൽ നേടിയതെല്ലാം വ്യർത്ഥമാണ്, ആ നേട്ടങ്ങളൊന്നും കൂട്ടിന് വരില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൃദയത്തുടിപ്പ് പോലെ അവിടുത്തെ സ്നേഹം നമ്മളിൽ തുടിച്ചുകൊണ്ടിരിക്കണം. അവൻ നമ്മളെ കൈവിടുകയില്ല. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ എന്ന ശ്ലീഹായുടെ ചോദ്യം അർത്ഥവത്താണ്. വേണമെങ്കിൽ ഇതെല്ലാം തന്നിട്ട് സ്വപുത്രനെ അവിടുന്ന് മാറ്റി നിർത്താമായിരുന്നു. അവിടുന്ന് ചെയ്ത മഹനീയമായ സ്നേഹ പാരമ്യ പ്രവൃത്തിയാണ് ക്രിസ്തുവിൽ നാം കാണുന്നത്. തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന പുനിതമ്പുരാന്റെ സ്നേഹ കൂടാരത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിച്ച് അവിടുന്ന് നൽകുന്ന സ്നേഹസാന്ത്വനം അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു രാജാവേ, അങ്ങേ സ്നേഹത്തിൻ്റെ കൂടാരത്തിലേക്ക് എന്നെ നയിക്കണമേ. ഹൃദയത്തുടിപ്പ് പോലെ അങ്ങയുടെ സ്നേഹം എന്നിൽ നിലനിൽക്കട്ടെ. അങ്ങനെ ഞാൻ അങ്ങയുടെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന സ്നേഹസാന്ത്വനം ആവോളം ആസ്വദിക്കാൻ ഇടയാകുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.